അനിശ്ചിതത്വം ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മോൾ ഓഫ് ജോയ് ജോസ്കോ ജുവലേഴ്സ്. നമസ്കാരം. TCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണം സംബന്ധിച്ച് അനിശ്ചിതത്വം ഇല്ലെന്നും 2 ആഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രി PK അബ്ദുറബ്ബ്. +2 ഏകജാലകം സംബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളും നിലനിൽക്കുന്നില്ലെന്നും മന്ത്രി. വനങ്ങൾ സംരക്ഷിക്കുന്നതും മരങ്ങൾ നട്ടുവളർത്തുന്നതും ജനങ്ങൾ ഒരു ദൗത്യമായി ഏറ്റെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. വനനശീകരണത്തിനെതിരെ ശക്തമായ പ്രതികരണമുണ്ടാകണമെന്നും VS. അനധികൃതമായി പണം പലിശയ്ക്ക് കൊടുത്തിരുന്ന ആളെ ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുളിക്കത്തറ വീട്ടിൽ സിദ്ധാർത്ഥനാണ് പിടിയിലായത്. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ 6 കോൺഗ്രസ് അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പാർട്ടി വിപ്പ് ലംഘിച്ചതിനാണ് ഇവരെ പുറത്താക്കിയതെന്ന് DCC പ്രസിഡന്റ്. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണം സംബന്ധിച്ച് യാതൊരു അനിശ്ചിതത്വങ്ങളും ഇല്ലെന്നും 2 ആഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ അധ്യയന വർഷത്തിൽ വിതരണം ചെയ്യുന്നതിനുള്ള 99% പാഠപുസ്തകങ്ങളും ജില്ലാ ഡിപ്പോകളിലും സൊസൈറ്റികളിലും എത്തിച്ചു കഴിഞ്ഞു. +2 ഏകജാലകം സംബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളും നിലനിൽക്കുന്നില്ല. ലക്ഷക്കണക്കിന് കുരുന്നുകൾ ഒരേ സമയം സൈറ്റിൽ കയറുന്നതുകൊണ്ടുള്ള പ്രശ്നമാണുള്ളത്. ഇതിന് പരിഹാരമായി ഒരു സർവർ കൂടി അടുത്ത് തന്നെ എത്തിക്കുമെന്നും പ്രിന്റ് ചെയ്ത ഫോമുകൾ വിതരണം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജൂൺ 2 നടക്കുന്ന പ്രവേശനോത്സവത്തിനായി സ്കൂൾ ജില്ലാ സംസ്ഥാന തലത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും മന്ത്രി കൂട്ടിച്ചേർത്തു. 2-ാം തീയതി എല്ലാ സ്കൂൾ തലത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലുമെല്ലാം പ്രവേശനോത്സവം വളരെ ഭംഗിയായി നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണു. ഈ വർഷത്തെ യൂണിഫോമിൻ്റെ വിതരണത്തെ സംബന്ധിച്ച് ഈ 1-2 ആഴ്ചക്കകം തീരുമാനമെടുക്കും. ഒരു അനിശ്ചിതത്വമില്ല. പാഠപുസ്തകങ്ങൾ 99% ജില്ലാ ഡിപ്പോകളിൽ എത്തിക്കഴിഞ്ഞു. എല്ലാ സൊസൈറ്റികളിലും എത്തിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് TCV. വനങ്ങൾ സംരക്ഷിക്കുന്നതും മരങ്ങൾ നട്ടുവളർത്തുന്നതും ജനങ്ങൾ ഒരു ദൗത്യമായി ഏറ്റെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. കൊരട്ടി വാളൂർ നായർ സമാജം സ്കൂൾ സംഘടിപ്പിച്ച 2000 വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന സഫലം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരണ്ടുണങ്ങുന്ന ഭൂമിയെ നോക്കി നെടുവീർപ്പിട്ടതുകൊണ്ടായില്ല, മറിച്ച് പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്യാനുള്ള കർമ്മ പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത്. വനനശീകരണത്തിനെതിരെ ശക്തമായ പ്രതികരണമുണ്ടാകണമെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. BD ദേവസി MLA അധ്യക്ഷത വഹിച്ചു. മാർഗം ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ജോഷി ജോർജ്, അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് TK സതീശൻ, കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി ഫ്രാൻസിസ്, TTA പ്രസിഡന്റ് PK നൌഷാദ് എന്നിവർ സംസാരിച്ചു. അനധികൃതമായി പണം പലിശയ്ക്ക് കൊടുത്തിരുന്ന ആളെ ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുളിക്കത്തറ വീട്ടിൽ സിദ്ധാർത്ഥനാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്ന് 59 ലക്ഷം രൂപയുടെ വിവിധ കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് രസീതുകളും ബ്ലാങ്ക് ചെക്കും പ്രോ നോട്ടും നിരവധി ആധാരങ്ങളും മറ്റും പിടിച്ചെടുത്തു. ഒല്ലൂർ SI R അജിത് കുമാർ, ഗ്രേഡ് SI മാമച്ചൻ, ASI മാധവൻ, സീനിയർ CPO അബ്രഹാം വർഗീസ്, രാജേഷ്, CPOമാരായ രഘുരാമൻ, പ്രീബു, വനിതാ CPO ലാല എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തിരുനെൽവേലിയിൽ സുബഹി നമസ്കാരത്തിനായി നടന്നു പോകുന്നതിനിടെ അജ്ഞാത വാഹനമിടിച്ച് ചാവക്കാട് സ്വദേശി മരിച്ചു. ഓവുങ്ങൽ മുസ്ലിം വീട്ടിൽ കുന്നിക്കൽ കുഞ്ഞു മുഹമ്മദ് മകൻ 43 വയസ്സുള്ള താജുദ്ദീനാണ് മരിച്ചത്. 10 വർഷമായി തിരുനെൽവേലിയിൽ കാജ കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു താജുദ്ദീൻ. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ 6 കോൺഗ്രസ് അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ ഡെയ്സി തോമസ്,
തോമസ് പാറാശ്ശേരി, സിന്ധു സാബു, ജോളി സജീവൻ, ശ്രീജ ശശി, ഗീതാ മണി, ബാലൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് റംലാൻ നൌഷാദിനെതിരെയുള്ള അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പാർട്ടി വിപ്പ് ലംഘിച്ചതിനാണ് ഇവരെ പുറത്താക്കിയതെന്ന് DCC പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻ കുട്ടി അറിയിച്ചു. DCC പ്രസിഡന്റ് നൽകിയ വിപ്പ് ലംഘിച്ച് കോൺഗ്രസിലെ I വിഭാഗം പ്രതിനിധിയായ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഇവർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായിരുന്നു. സ്വതന്ത്ര അംഗം തോമസ് കാച്ചപ്പള്ളി, LDF അംഗങ്ങളായ CS രഘു, പ്രിൻസി സജീവ് എന്നിവർ കൂടി ഇവർക്കൊപ്പം അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. 6 അംഗങ്ങൾക്ക് പാർട്ടി അംഗത്വം നഷ്ടപ്പെട്ടതോടെ പൊയ്യ പഞ്ചായത്ത് ഭരണം അനിശ്ചിതാവസ്ഥയിലായിരിക്കുകയാണ്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. പുത്തൂർ മൂശാരി വീട്ടിൽ 59 വയസ്സുള്ള രാമകൃഷ്ണനാണ് മരിച്ചത്. സ്കൂട്ടർ സർവീസിംഗിന് കൊണ്ടുവരുന്നതിനിടെ വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. രാമകൃഷ്ണന്റെ സ്കൂട്ടറിൽ എതിരെ വന്നിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. തൃശൂർ വെസ്റ്റ് ഫോർട്ട് ഹൈടെക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. ഫുട്ബോൾ ലോകകപ്പിനായി നാടൊരുങ്ങിക്കഴിഞ്ഞു. ഫുട്ബോളിനെ പ്രണയിക്കുന്ന പ്രേക്ഷകർക്കായി ലോകകപ്പ് വാർത്തകൾ TCV പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയാണ്. ഞായറാഴ്ച മുതൽ വാർത്തകളിൽ ഗോൾ ലൈൻ എന്ന സെഗ്മെന്റിലൂടെ ലോകകപ്പ് വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. പന്ത് ഗോൾ വരെ കടന്നുവോ എന്നറിയാനുള്ള ഗോൾ ലൈൻ ടെക്നോളജി ആദ്യമായി ഈ ലോകകപ്പിൽ അവതരിപ്പിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മത്സരങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഗോൾ ലൈൻ ടെക്നോളജിയുടെ കൃത്യത TCVയുടെ ഗോൾ ലൈൻ സെഗ്മെന്റിലെ വാർത്തകൾക്കുമുണ്ടായിരിക്കും. ജൂൺ 12-ന് ലോകകപ്പിലെ മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ ഓരോ മത്സരങ്ങളുടെയും വിശദാംശങ്ങൾ അരമണിക്കൂർ വീതമുള്ള പ്രത്യേക പ്രോഗ്രാമുകളായും സംപ്രേഷണം ചെയ്യുന്നതാണ്. ലോകകപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ തങ്ങളുടെ ഇഷ്ട ടീമുകളുടെ പതാകയും കളിക്കാരുടെ ഫോട്ടോകളും ബൈക്കുകളിൽ അണിയിച്ചൊരുക്കി യുവാക്കൾ ശ്രദ്ധേയരാകുന്നു. തലശ്ശേരി, ആറങ്ങോട്ടുകര, തളി എന്നീ പ്രദേശങ്ങളിലെ യുവാക്കളാണ് ലോക ഫുട്ബോളിലെ പ്രിയ താരങ്ങളെ തങ്ങളുടെ ബൈക്കുകളിലെത്തിക്കുന്നത്. ആറങ്ങോട്ടുകരയിൽ സ്റ്റിക്കർ കട്ടിംഗ് ഷോപ്പ് നടത്തുന്ന സാദിഖാണ് വാഹനങ്ങൾ മനോഹരമായി അണിയിച്ചൊരുക്കുന്നത്. ചിലവേറിയതും ബുദ്ധിമുട്ടുള്ളതുമായ ഈ ജോലി ഏറെ സന്തോഷത്തോടെയാണ് ചെയ്യുന്നതെന്ന് ഈ ബ്രസീൽ ആരാധകൻ പറയുന്നു. ഇടവേള. MK Silks. Silk with styling. തൃശൂരിന് പുന്നിഴപാകിയ സുവർണ പാരമ്പര്യം. ചിരിയൻ കണ്ടത് ജുവലറി. +2-ന് ശേഷം ഇനി എന്ത്? എയർലൈൻസ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഞങ്ങൾ ചിറക് നൽകുന്നു. 3ാമത് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യാനായി വിളിക്കൂ. കിങ്ഫിഷർ ട്രെയിനിംഗ് അക്കാദമി, തൃശൂർ. ആഘോഷങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളും വരുന്നു. Kerala's #1 biggest visualized jewelry, Alikal Gold and Diamonds, opening shortly at Thrissur, Athani. വാർത്തകളിലേക്ക് വീണ്ടും. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല ഉദ്ഘാടനം അഡ്വക്കേറ്റ് തേർമൽ രാമകൃഷ്ണൻ MLA തൃശൂരിൽ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ മുഖ്യാതിഥിയായിരുന്നു. DMO ഡോക്ടർ VV വീനസ്, DYSP KK രവീന്ദ്രൻ, ഡോക്ടർ സന്തോഷ് ബാബു, ഡോക്ടർ ബേബി ലക്ഷ്മി, ഡോക്ടർ ബിന്ദു K തോമസ്, S പുഷ്പരാജ്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ SR ദിലീപ് കുമാർ, ഡോക്ടർ പ്രവീൺ കുമാർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിന് മുന്നോടിയായി ബോധവൽക്കരണ റാലിയും ഉണ്ടായിരുന്നു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിയൂർ സെൻട്രൽ ജയിലിന്റെയും ജില്ലാ TB സെന്ററിന്റെയും അക്ഷയ പ്രോജക്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പുകയില വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വിയൂർ സെൻട്രൽ ജയിലിൽ ലൈബ്രറി ഹാളിൽ നടന്ന സെമിനാർ ജില്ലാ TB ഓഫീസർ ഡോക്ടർ PS റോസമ്മ ഉദ്ഘാടനം ചെയ്തു. ജയിൽ സൂപ്രണ്ട് A ദേവദാസ് അധ്യക്ഷത വഹിച്ചു. ജയിൽ വെൽഫെയർ ഓഫീസർ TG സന്തോഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ്, ജയിലർ T ബാബുരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സൈക്കോളജിസ്റ്റ് ഡോക്ടർ CK അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് നവ്യാനുഭവമായി.
തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് പുകയില വിരുദ്ധ സന്ദേശവുമായി ഫ്ലാഷ് മോബ് എന്ന നൃത്താവതരണം ഒരുക്കിയത്. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ അപ്രതീക്ഷിതമായി അരങ്ങേറിയ നൃത്താവതരണം കണ്ട യാത്രക്കാർ ആദ്യം അമ്പരന്നുവെങ്കിലും പിന്നീട് കാര്യം മനസ്സിലായതോടെ നൃത്ത ചുവടുകളുടെ ആവേശത്തിൽ അലിയുകയായിരുന്നു. എന്തെങ്കിലും പ്രത്യേക വിഷയത്തിന്റെ പ്രചാരണത്തിനായും സമൂഹത്തിന് സന്ദേശം പകരുന്നതിനായും നടത്തുന്ന ഫ്ലാഷ് മോബ് എന്ന നൃത്താവിഷ്കാരം പുതിയ തലമുറയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കലാവതരണമായി മാറിയിരിക്കുകയാണ്. ജില്ലാ ആരോഗ്യ വകുപ്പുമായി സഹകരിച്ചാണ് പുകയില വിരുദ്ധ പ്രചാരണത്തിനായി തൃശൂരിൽ ഫ്ലാഷ് മോബ് ഒരുക്കിയത്. ദീർഘവീക്ഷണത്തോടെയുള്ള പ്ലാനിങ്ങും മുൻഗണനാ വിഷയങ്ങളുമാണ് വികസനത്തിന് ആദ്യം വേണ്ടതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി.കെ. അബ്ദുൾ റബ്ബ് പറഞ്ഞു. തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിലെ സമഗ്ര വികസന ശില്പശാല മുളങ്ങുന്നത്തുകാവ് കിലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ പേരിൽ കിട്ടുന്ന പണം മുഴുവൻ വാർഡുകളിലേക്ക് വിഭജിക്കുന്ന പ്രവണത ശരിയല്ല. ചെലവഴിക്കുന്ന തുക പൂർണ്ണമായും ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന പരാതിയുമുണ്ട്. ആനുകൂല്യങ്ങൾ എത്രയും വേഗം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ അത് വികസനത്തെ ബാധിക്കും. വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്ന് ബോധപൂർവം വിട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. കില ഡയറക്ടർ ഡോക്ടർ പി ബാലൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളത്ത് ഹാൻസുമായി മൊത്തവിതരണക്കാരൻ പിടിയിൽ. കുന്നംകുളം കൊള്ളന്നൂർ വീട്ടിൽ തമ്പി ചെറിയാനെയാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത്. 200ഓളം പാക്കറ്റ് ഹാൻസുമായി നഗരത്തിലെ ചെറുകിട കച്ചവടക്കാർക്ക് വിതരണത്തിന് കാറിൽ കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. KSFE-യുടെ മൊത്തം ബിസിനസ് ടേൺ ഓവർ 22,517 കോടി രൂപയായി വർദ്ധിച്ചതായി ചെയർമാൻ PP ജോസ് തൃശൂരിൽ അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ ഇടപാടുകാരുടെ എണ്ണത്തിൽ 6 ലക്ഷത്തിന്റെ വർധനവും ഉണ്ടായിട്ടുണ്ട്. 2015 വാർഷിക ബിസിനസ് ടേൺ ഓവർ 25,000 കോടി രൂപ ആകുമെന്നാണ് കണക്കാക്കുന്നത്. 2011 1,711 കോടി രൂപ വിവിധ വായ്പാ പദ്ധതികളിലൂടെ നൽകിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇത് 2,930 കോടി രൂപയായും വർദ്ധിച്ചിട്ടുണ്ട്. നിക്ഷേപ പദ്ധതികളിൽ 2011 3,110 കോടി രൂപയായിരുന്നത് ഇപ്പോൾ 6,099 കോടി രൂപയായി വർദ്ധിച്ചു. ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായകമാകും വിധം വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ചിരിക്കുന്ന KSFE എഡ്യൂകെയർ ചിട്ടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ചെയർമാൻ വ്യക്തമാക്കി. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പേരിൽ എഡ്യൂകെയർ ചിട്ടി ചേരുകയാണെങ്കിൽ +2 കഴിയുമ്പോൾ ചിട്ടി തുക ലഭിക്കുന്ന വിധത്തിലാണ് പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്. മതിയായ ഈടിന്മേൽ വായ്പയും കുറി ലേലവും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുമെന്നും സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യം ഇപ്പോൾ നിർബന്ധമല്ലെന്നും PP ജോസ് പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ KSFE മാനേജിംഗ് ഡയറക്ടർ P രാജേന്ദ്രൻ, ഫിനാൻസ് ജനറൽ മാനേജർ S ഹരി, ബിസിനസ് ജനറൽ മാനേജർ EP സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ 10ാം വാർഷികം തൃശൂരിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ടൗൺഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹൈടെക് ഗ്രൂപ്പ് മാനേജർ ഗീത ബാബു അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് RTO KT മോഹൻ, ഹൈടെക് ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ VM പ്രവീൺ, കൗൺസിലർ സ്വാറാമ റോബ്സൺ, ഹൈടെക് ഗ്രൂപ്പ് പ്രിൻസിപ്പാൾ ദിലീപ് കുമാർ, P മോഹനൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇടവേള. തൃശൂരിൽ ഇനി ഷോപ്പിംഗിന്റെ പൂരം. മോൾ ഓഫ് ജോയ് ഇപ്പോൾ തൃശൂരിന് സ്വന്തം. മോൾ ഓഫ് ജോയ് നിയർ ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. എങ്ങോട്ടാ മാഡം? കണ്ടോ, ഒരു കൊച്ചു യാത്രയ്ക്ക് പോലും വ്യക്തമായ ലക്ഷ്യം വേണം. അപ്പോ കുട്ടികളെ വളർത്തുന്നതിൽ വ്യക്തമായ ലക്ഷ്യം വേണ്ടേ? റൈറ്റ് പ്രൊപ്പോർഷനിൽ തന്നെ ആവണം കുട്ടികളുടെ വളർച്ച. B2B എന്നാൽ ഗ്രോ റൈറ്റ്, ഫ്രം ബ്രെയിൻ ടു ബോഡി. കുട്ടികൾക്ക് സ്വാദിന്റെ B2B ആട്ട തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. omega-3 ഫ്ലാക്സ് സീഡ്സ് ഉള്ള ഏക ആട്ടയാ ബ്രെയിൻ ടോണിക് തന്നെയായ omega-3 ഫ്ലാക്സ് സീഡ്സ്. ചപ്പാത്തി, കാട്ടി റോൾ, ആലു പറാത്ത, ഭൂരി, റോട്ടി, ഫുൽക്ക അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ B2B ആട്ട ഡെയിലി ഉള്ളിൽ ചെല്ലണം.
ഫ്ലാക്സ് സീഡ്സിന്റെ ഗുണങ്ങൾ ചില്ലറയല്ല. നമ്പർ 1 ഫൈബർ റിച്ച് സെർബതി വീറ്റും പ്രോട്ടീൻ റിച്ച് സ്പെഷ്യൽ ഗ്രെയിൻ മിക്സും ഒത്തൊരുമിക്കുന്നു സ്വാദ് B2B ആട്ടയിൽ. സ്വാദ് B2B ആട്ട. ഇന്നത്തെ പിള്ളേരുടെ ബുദ്ധിക്ക് മുമ്പ് പിടിച്ചേക്കാൻ പറ്റണ്ടേ? ഞാനും ഇപ്പൊ B2B ആട്ടയാ കഴിക്കുന്നത്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 16 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകളിലേക്ക് വീണ്ടും. അത്യാധുനിക പഠന പരിശീലന ഗവേഷണ സൗകര്യങ്ങളോടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പോലീസ് സർവകലാശാല തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമി ക്യാമ്പസിൽ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ജൂൺ 3 ചേരുന്ന യോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. രാമവർമ്മപുരം പോലീസ് അക്കാദമിയുടെ ദശവത്സര പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിമിനോളജി അടക്കമുള്ള വിവിധ കോഴ്സുകളും IPS പോലുള്ള മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനവും ഗവേഷണ സൗകര്യവുമെല്ലാമാണ് സർവകലാശാലയിൽ വിഭാവനം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെയും ബന്ധപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ 3 ചേരുന്ന യോഗത്തിൽ സർവകലാശാല സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കും. പോലീസുകാർക്ക് കലാപഠനത്തിന് പ്രാമുഖ്യം നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കും. ഓപ്പറേഷൻ കുബേര ഒരു ടെസ്റ്റ് ഡോസ് മാത്രമായിരുന്നു. മാഫിയ വിമുക്ത കേരളമെന്ന പദ്ധതിക്കായി സമാനമായ തുടർ പ്രവർത്തനങ്ങൾ നടത്തും. പോലീസിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി 1000 ജീപ്പുകൾ ഉടൻ വാങ്ങും. വനിതാ പോലീസുകാരെ പുതുതായി റിക്രൂട്ട് ചെയ്യാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. PSC മുഖേനയുള്ള റിക്രൂട്ട്മെന്റിനായുള്ള തടസ്സങ്ങൾ നീക്കി സേനയെ കാര്യക്ഷമമാക്കാനും ആധുനിക പരിശീലന പദ്ധതികൾ ആവിഷ്കരിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. PA മാധവൻ MLA, IGS ഗോപിനാഥ്, ADGP രാജേഷ് ധവാൻ, സിറ്റി പോലീസ് കമ്മീഷണർ P പ്രകാശ്, തൃശൂർ റൂറൽ കമ്മീഷണർ N വിജയകുമാർ, DIG വിജയ ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. പോലീസ് സേനാംഗങ്ങളുടെ കലാവതരണങ്ങളും ഉണ്ടായിരുന്നു. പുതിയ അധ്യയന വർഷത്തിനൊരുക്കമായി ചേറൂർ സെയിൻറ്റ് സേവിയേഴ്സ് ദേവാലയ ഹാളിൽ കുട്ടികൾക്കായി ഏകാഗ്രത ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ വിദഗ്ധൻ പ്രൊഫസർ KJ മാത്യു ക്ലാസ് നയിച്ചു. പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട്, പ്രൊഫസർ CT പോൾ, ജോണി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 125ഓളം കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. മദ്രസ നവീകരണ പദ്ധതിക്കായി ലഭിക്കുന്ന പണം പരാതിക്കിടയാക്കാതെ സുതാര്യവും സത്യസന്ധവുമായി വിനിയോഗിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. 2013-14 വർഷത്തെ സംസ്ഥാനത്തെ മദ്രസ നവീകരണ പദ്ധതികളുടെ 2ാം ഘട്ട ധനസഹായ വിതരണം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫണ്ട് വിനിയോഗം സംബന്ധിച്ച പരാതികളിലും പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളിലും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിലും കഴമ്പുണ്ടെങ്കിൽ പരിശോധിക്കും. മദ്രസ നവീകരണത്തിനായി നൽകുന്ന ഫണ്ട് ചെലവഴിക്കുന്നതിൽ കാലതാമസമുണ്ടെന്നും അതിനാൽ സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, ഡെപ്യൂട്ടി മേയർ PV സരോജിനി, വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ KV വിനോദ് ബാബു, CH റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. 26.35 കോടി രൂപയുടെ ധനസഹായമാണ് വിതരണം ചെയ്തത്. തൃശൂർ ശങ്കരയർ ജംഗ്ഷനിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. പേരാമംഗലം അമലനഗർ കുളങ്ങരപ്പറമ്പിൽ ശ്വേതയ്ക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. കർണാടകയിൽ നിന്ന് ചരക്ക് കയറ്റി വന്നിരുന്ന ലോറിയാണ് കാറിൽ ഇടിച്ചത്. അപകടത്തിൽ ഡിവൈഡറിലും ലോറിക്കിടയിലുമായി ഞെരിഞ്ഞ് കാർ തകർന്നു. പരിക്കേറ്റ ശ്വേതയെ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. കാറിലുണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടം നടന്ന ഉടൻ ലോറി ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. തൃശൂർ ട്രാഫിക് SI സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ട്രാഫിക് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. തൃശൂർ കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയ കുറുക്കഞ്ചേരി 41ാം ഡിവിഷനിലെ 4 വീടുകളുടെ താക്കോൽദാനം നടന്നു. നെടുപുഴ വട്ടപ്പിന്നിയിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ PV സരോജിനി വീടുകളുടെ ഉദ്ഘാടനവും താക്കോൽദാനവും നിർവഹിച്ചു. കൗൺസിലർ KM സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. കുറുക്കഞ്ചേരി 41ാം ഡിവിഷനിലെ BPL കുടുംബങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 4 കുടുംബങ്ങൾക്കാണ് കോർപ്പറേഷൻ വീടുകൾ നിർമ്മിച്ചു നൽകിയത്.
ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് 2 യുവാക്കളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി നടുവിൽക്കര സ്വദേശി പാച്ചാമ്പള്ളി വീട്ടിൽ വിഷ്ണു, പഴുവിൽ സ്വദേശി പള്ളിത്താഴത്ത് വീട്ടിൽ അലക്സ് എന്നിവരെയാണ് SI KU മൻസൂറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടിയത്. തൃപ്രയാർ ഏകാദശി ദിവസം ചെമ്മാപ്പള്ളി റോഡിൽ പാർക്ക് ചെയ്ത ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിലാണ് വിഷ്ണു അറസ്റ്റിലായത്. വെൽഡിംഗ് തൊഴിലാളിയായ വിഷ്ണു ബൈക്കിന്റെ നമ്പർ പ്ലേറ്റും നിറവും മാറ്റി സുഹൃത്തിന് ഓടിക്കാൻ നൽകി. വാഹന പരിശോധനയ്ക്കിടെ സംശയം തോന്നിയ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇയാളെ ചോദ്യം ചെയ്തു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃത്തല്ലൂർ സ്വദേശി ചന്ദ്രശ്ശേരി വീട്ടിൽ മനീഷിൻ്റെതായിരുന്നു മോഷ്ടിച്ച ബൈക്ക്. അരിമ്പൂർ പരക്കാട് സ്വദേശി വടക്കേത്തല ജോർജിന്റെ ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിലാണ് അലക്സ് അറസ്റ്റിലായത്. ജോർജിന്റെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മതിൽ തകർത്ത് മോഷ്ടിക്കുകയായിരുന്നു. പിന്നീട് ബൈക്കുമായി കറങ്ങുന്നതിനിടെ പഴുവിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. ഓടിക്കൂടിയ നാട്ടുകാർ ബൈക്കിന്റെ നമ്പർ പരിശോധിച്ചപ്പോൾ നിലവിലെ നമ്പർ മായ്ച്ച് സ്കെച്ച് പേന കൊണ്ട് പുതിയ നമ്പർ എഴുതിയതായി കണ്ടെത്തി. വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ബൈക്ക് മോഷ്ടിച്ചതാണെന്ന് തെളിഞ്ഞത്. സീനിയർ CPOമാരായ ജോർജ്, സുരേഷ്, CPOമാരായ MV വിനോദ്, അനിൽകുമാർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ബിവറേജസ് കോർപ്പറേഷന്റെ കോടാലിയിലെ വിദേശ മദ്യ വിൽപ്പന കേന്ദ്രത്തിലേക്ക് മദ്യവുമായി വന്നിരുന്ന മിനി ലോറി മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചു. അപകടത്തെ തുടർന്ന് മിനി ലോറിയിലുണ്ടായിരുന്ന മദ്യക്കുപ്പികൾ നിറച്ച കടലാസുപെട്ടികൾ റോഡിലേക്ക് തെറിച്ചു വീണു. ഏതാനും കുപ്പികൾ പൊട്ടി മദ്യം റോഡിലൊഴുകി. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ വാസുപുരം വീട്ടിച്ചോട് വെച്ചായിരുന്നു അപകടം. എക്സൈസ് അധികൃതരും കൊടകര പോലീസും സ്ഥലത്തെത്തി. ഏകദേശം 3000-ഓളം രൂപയുടെ മദ്യം നശിച്ചതായി എക്സൈസ് അധികൃതർ പറഞ്ഞു. ഇടവേള. Sankalp Bridal Collection from Kalyan Jewelers. ആഘോഷങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളും വരും. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് തൃശൂർ അത്താണി. വാർത്തകളിലേക്ക് വീണ്ടും. ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്തെ കടയിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടി. KJ സ്റ്റോഴ്സിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. സംഭവവുമായി ബന്ധപ്പെട്ട് കടയുടമ റോയ്സിനെതിരെ ഇരിഞ്ഞാലക്കുട പോലീസ് കേസെടുത്തു. വീടുകൾ കേന്ദ്രീകരിച്ച് പാത്രങ്ങൾ മോഷ്ടിക്കുന്ന 3-അംഗ സംഘത്തെ കടങ്ങോട് മയിലാടുകുന്ന് പ്രദേശത്തു നിന്ന് നാട്ടുകാർ പിടികൂടി എരുമപ്പെട്ടി പോലീസിൽ ഏൽപ്പിച്ചു. പട്ടാമ്പി സ്വദേശികളായ പൂവത്തിങ്കൽ ഷാജി, കിഴക്കേതിൽ ഷെഫീഖ്, നെല്ലിക്കുന്നത്ത് നൌഷാദ് എന്നിവരാണ് പിടിയിലായത്. പഴയ ആക്രി സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേന വീടുകളിലെത്തിയാണ് ഇവർ മോഷണം നടത്താറുള്ളത്. ഇവരുടെ വാഹനം പോലീസ് പിടിച്ചെടുത്തു. ചികിത്സയിലെ പിഴവ് മൂലം എലിഞ്ഞിപ്ര പുല്ലോക്കാരൻ തോമസിന്റെ മകൾ ഗ്രേഷ്മ മരിക്കാനിടയായ സംഭവത്തിലെ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാനും കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമായ CK ശശി ചാലക്കുടിയിൽ ആവശ്യപ്പെട്ടു. തൃശൂരിലെ സരോജ നഴ്സിംഗ് ഹോം അധികൃതർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മൂക്കിലെ ദശ കളയുന്നതിനായുള്ള ശസ്ത്രക്രിയയ്ക്കാണ് വിദ്യാർത്ഥിനിയായ ഗ്രേഷ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അനസ്തേഷ്യ നൽകിയതിനെ തുടർന്നുള്ള അപാകതയാണ് ഗ്രേഷ്മയെ മരണത്തിലേക്ക് നയിച്ചത്. സംഭവത്തിൽ ഉന്നതാധികാരികൾക്ക് പരാതികൾ അയച്ചിട്ടുണ്ട്. അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്ത് അംഗം KK സരസ്വതി, ഗ്രേഷ്മയുടെ സഹോദരൻ അഗസ്റ്റിൻ തോമസ്, ഗബ്രിയേൽ കിഴക്കൂടൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിച്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ C സുധീന്ദ്ര ഘോഷ്, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ KR ഗിരിജ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. തൃശൂർ മെഡിക്കൽ കോളേജ് എംപ്ലോയി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നൽകിയ യാത്രയയപ്പ് സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് KN നാരായണൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഒളരി 48-ാം ഡിവിഷൻ പുതൂർക്കര ഐശ്വര്യനഗർ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് തേർമൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻ മേയർ IP പോൾ അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നാൻസി അക്കരപ്പറ്റി, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് MK മുകുന്ദൻ, വത്സല ബാബുരാജ്, K രാമനാഥൻ, സുനന്ദ ഗോപാലകൃഷ്ണൻ, ഫ്രാൻസിസ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം.
കേരളത്തിലെ ആദ്യത്തെ ഫാമിലി ഇന്നർവെയർ ഷോപ്പായ ഹിസ് ആൻഡ് ഹേഴ്സിൽ ഒരുക്കിയിരിക്കുന്ന ലേഡീസ് ഇന്നർവെയേഴ്സിന്റെ വിപുലമായ ശേഖരം ശ്രദ്ധേയമാകുന്നു. തൃശൂർ ശങ്കരേ റോഡ് ജംഗ്ഷനിൽ വുഡ്ലാൻഡ് ഷോറൂമിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ച ഹിസ് ആൻഡ് ഹേഴ്സിലാണ് ഒരു നിലയിൽ പൂർണ്ണമായും ലേഡീസ് ഇന്നർവെയേഴ്സിന്റെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഇന്നർവെയർ ബ്രാൻഡുകളായ ലവബിൾ, ജൂലിയറ്റ്, ബ്ലോസം, ഷെറി, ഡെയ്സി ഡി, വനേസ, ഫീലിംഗ്സ് തുടങ്ങിയവയുടെ വൻ കളക്ഷനാണ് ഹിസ് ആൻഡ് ഹേഴ്സിൽ ഒരുക്കിയിരിക്കുന്നത്. ലേഡീസ് നൈറ്റ് വെയർ, മെറ്റേണിറ്റി വെയർ, തെർമൽ വെയർ, സ്പോർട്സ് വെയർ, ലെഗിൻസ്, സോക്സ്, ഹാൻഡ്കർച്ചീഫ് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. 2 നിലകളിലായി പ്രവർത്തിക്കുന്ന ഹിസ് ആൻഡ് ഹേഴ്സ് 1-ാം നില ലേഡീസിന്റെ ഇന്നർവെയേഴ്സിന് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നു. മുകൾ നിലയിൽ ജെൻസിന്റെ ഇന്നർവെയേഴ്സിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമും ഒരുക്കിയിരിക്കുന്നു. ആകർഷകമായ വിലയും വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഹിസ് ആൻഡ് ഹേഴ്സിന്റെ പ്രത്യേകതയാണ്. എല്ലാ ഞായറാഴ്ചകളിലും ഷോറൂം തുറന്നു പ്രവർത്തിക്കുന്നു. ബന്ധപ്പെടുക 04872389 262. ഇനി ഇന്നത്തെ വിപണി നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് 15,000 രൂപ, കൊപ്ര ക്വിന്റലിന് 10,150 രൂപ, കുരുമുളക് ക്വിന്റലിന് 67,000 രൂപ. അടയ്ക്ക തൃശൂർ പഴയത് 3,200, 3,800, പുതിയത് 3,400, 4,000. കേച്ചേരി പഴയത് 2,800, 3,860, പുതിയത് 2,800, 3,980. അമല പഴയത് 3,500, 3,900, പുതിയത് 3,600, 3,950. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണം സംബന്ധിച്ച് അനിശ്ചിതത്വം ഇല്ലെന്നും 2 ആഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രി PK അബ്ദുൾ റബ്ബ്. +2 ഏകജാലകം സംബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളും നിലനിൽക്കുന്നില്ലെന്നും മന്ത്രി. വനങ്ങൾ സംരക്ഷിക്കുന്നതും മരങ്ങൾ നട്ടുവളർത്തുന്നതും ജനങ്ങൾ ഒരു ദൗത്യമായി ഏറ്റെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. വനനശീകരണത്തിനെതിരെ ശക്തമായ പ്രതികരണമുണ്ടാകണമെന്നും VS. അനധികൃതമായി പണം പലിശയ്ക്ക് കൊടുത്തിരുന്ന ആളെ ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുളിക്കത്തറ വീട്ടിൽ സിദ്ധാർത്ഥനാണ് പിടിയിലായത്. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ 6 കോൺഗ്രസ് അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പാർട്ടി വിപ്പ് ലംഘിച്ചതിനാണ് ഇവരെ പുറത്താക്കിയതെന്ന് DCC പ്രസിഡന്റ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Mall of Joy, ജോസ്കോ ജുവലേഴ്സ്.